ഞാൻ ഈ വീഡിയോയുടെ കണ്ടന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു അടുത്ത സമയത്ത് ഡൽഹിയിലുണ്ടായ ഒരു അനുഭവം പറയാം. ഞാനിടയ്ക്ക് വൈകുന്നേരമൊക്കെ നടക്കാൻ പോകും, ചിലപ്പോൾ രാവിലെ പോകും. അപ്പം ഡൽഹി സ്ട്രീറ്റ് ടീ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ഈ ചില മാർക്കറ്റുമായി ബന്ധപ്പെട്ട് കടയല്ല, ഇങ്ങനെ ആൾക്കാരിരുന്ന് ഇങ്ങനെ ചായ ഉണ്ടാക്കും. അധികം ഈ ബീഹാറിൽ നിന്ന് യു പിയിൽ നിന്ന് വന്ന് വാൻ പിടിച്ച ആൾക്കാർ ഇത് ഉണ്ടാക്കുന്നത് നല്ലപോലെ തിളപ്പിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ. ഇരിക്കാനൊക്കെ ചെറിയ കലിങ്കോ പോസ്റ്റോ അവിടെയൊക്കെ ഇരുന്ന് ചായ കുടിക്കണം. അപ്പം ഞാനവിടെ ഒരു ചായ കുടിച്ചുകൊണ്ട് സമയത്ത് വൈകിട്ട് ഒരു സ്ത്രീ വന്നിട്ട്, ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, ഞാനിങ്ങനെ കണ്ടു ഇവരിങ്ങോട്ട് വരും, ഞാനത് ചായ കുടിക്കാൻ വരുമായിരിക്കും. അപ്പം മലയാളിയാണ്, കണ്ടപ്പോൾ പിടികിട്ടി. വന്നിട്ട് എന്നോട് ചോദിച്ചു, പേര് മാത്യു ആണെന്നോ? ഞാൻ പറഞ്ഞു അതെ. അപ്പം അടുത്ത വാക്ക് കേട്ടോണം, അവർ പറയുന്ന അടുത്ത വാക്ക് എനിക്ക് കൈ തന്നിട്ട് പ്രൈസ് ദി ലോർഡ്. അവരുടെ കൂടെ അവരുടെ ഹസ്ബൻഡും ഉണ്ട്. അപ്പം ഇവരുടെ ധാരണ ഞാൻ പെന്തക്കോസുകാരനായിരിക്കും. അപ്പം സംസാരിച്ചു. അവർ ചെങ്ങന്നൂർ, ആ പന്തളം, ആ ഭാഗത്തായിട്ടുള്ള അവിടെ നിന്നാണ് ഡൽഹിയിൽ വന്നിരിക്കുന്നത്. അവരുടെ പേര് അംബിക എന്നാണ്, കറക്റ്റ് പേരാണ്. ബാക്കിയുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, അത് ശരിയല്ല. അപ്പം ഈ അംബിക എന്ന് പറയുന്നവർ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പെന്തക്കോസ് വിശ്വാസിയാണ്. അവരുടെ ഹസ്ബൻഡ്, ആ പേരും പറയുന്നില്ല, സെൻട്രൽ സർവീസിൽ സീനിയർ ആയിട്ടുള്ള ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിൽ ജോലി ചെയ്യുന്ന സെൻട്രൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. വളരെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. നേരത്തെ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന, നാട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ RSS ശാഖയിലൊക്കെ പോയിരുന്ന കക്ഷിയാണ്. അപ്പം സംസാരിച്ച് വർത്തമാനം പറഞ്ഞു. അപ്പം എന്നോട് ഈ അംബിക പറയുന്ന അടുത്ത വാക്കാണ്, സംസാരിച്ച് പരിചയപ്പെട്ട് ഞാൻ ഇന്ന അപ്പാർട്ട്മെൻറ്റിൽ അവിടെ അന്യോന്യം പരിചയപ്പെട്ട ശേഷം, കാരണം എൻ്റെ ഈ വീഡിയോ ഒക്കെ കാണുന്ന സ്ത്രീയാണ്, എൻ്റെ അടുത്ത വാക്ക് എന്നോട് പറയുകയാണ്, നിങ്ങൾ സതീഷ് ബ്രദർ, അതായത് VD സതീശൻ്റെ കാര്യം പറയാം, സതീഷ് ബ്രദറിനെ എതിർക്കരുത്, സപ്പോർട്ട് ചെയ്യണം. ഞാനപ്പം അങ്ങ് ചിരിച്ചു. സതീഷ് ബ്രദർ എന്ന് പറയുക, VD സതീശൻ അല്ലെങ്കിൽ സതീശൻ സാറ്, അങ്ങനെയല്ല. സതീശൻ ബ്രദറിനെ എതിർക്കരുത്, അദ്ദേഹത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അടുത്ത മുഖ്യമന്ത്രിയാകാൻ. ഷോക്കിംഗ്. ഞാനിപ്പോൾ ഇങ്ങനെ സ്തംഭിച്ചു പോയി. അപ്പം അവരുടെ ഹസ്ബൻഡ് ഒരു ചെറിയൊരു ചിരി പാസ്സാക്കി. അപ്പം ഇത് കഴിഞ്ഞു. അപ്പം മക്കളുടെ കാര്യമൊക്കെ ചോദിച്ചു. ഒരു മകള് ടെക്കിയായിട്ട് പൂനെയിൽ വലിയൊരു കമ്പനി വർക്ക് ചെയ്യുന്നു. ഒരു മകനുണ്ട് സിംഗപ്പൂരിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഇവർ ഡൽഹി DPSലെ അധ്യാപികയായിരുന്നു, ടീച്ചറായിരുന്നു. ഡൽഹി ദ്വാരകയുമായി ബന്ധപ്പെട്ട് വേറൊരു കോർപ്പറേറ്റ് സ്കൂൾ തുടങ്ങിയ സമയത്ത് അതിൻ്റെ പ്രിൻസിപ്പലായിട്ട് ഇവർ വന്നു. അവർ 3-4 വർഷം അവിടെ സർവീസ് ചെയ്തു. പിന്നീട് ജോലി വേണ്ട, കാര്യം എക്സ്റ്റൻഷനൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യമില്ല. ആ ജോലി പിന്നെ അവർ ഉപേക്ഷിച്ച് മനസ്സിലാക്കുക, ഈ അംബിക എന്ന് പറയുന്ന ഈ സ്ത്രീ പൂർണ്ണ സമയം സുവിശേഷിക്കുകയാണ്. ഇതാണ് സംഭവം. എൻ്റെ നമ്പരൊക്കെ മേടിച്ചു. അതിനുശേഷം എനിക്ക് ഇടയ്ക്ക് വാട്സപ്പ് മെസ്സേജുകൾ അയക്കും. അധികം അയക്കുന്ന ഈ ഗോസ്പലായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഒരു ദിവസം അവരുടെ വീട്ടിൽ വരണം. അപ്പം എനിക്കപ്പോൾ അവരത് പരിചയപ്പെട്ടെന്നൊക്കെ താല്പര്യമുണ്ട്, ഡീപ്പായിട്ട് സംഭവം അറിയണമല്ലോ, എന്താണ് ഈ സോഷ്യൽ സ്ട്രക്ചറിലുണ്ടായ മാറ്റം. അപ്പം അങ്ങനെ ഒരു ദിവസം അവരുടെ ഹസ്ബൻഡ് എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞു, ഒരു ദിവസം വീട്ടിൽ വാ, ഞങ്ങൾ അതിനേക്കാളും നല്ല ചായയൊക്കെ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് അവരുടെ വീട്ടിൽ പോയി. വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ ബ്രദറും അവിടെ ഇരിപ്പുണ്ട്. മനസ്സിലാക്കുക, അയാൾ ഡൽഹിയിൽ ജോലിക്കാരനായിരുന്നു, ഒരു പ്രൈവറ്റ് ഫേമിൽ. ആ ബ്രദറിൻ്റെ പേര് ഇവർ വിളിക്കുന്ന അപ്പു എന്നാണ്. ആ ബ്രദറ് പാസ്റ്റർ അപ്പുക്കൂട്ടനാണ്, 5 വർഷം കൊണ്ടുണ്ടായത്. അപ്പോൾ ഈ കാര്യങ്ങളിലോട്ടൊക്കെ പോയി ഇവരെ അസുഖമായിട്ട് കിടന്ന സമയത്ത് ആരോ ഒരു മലയാളി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുകയും ഇവരുടെ മകനും ഏതൊക്കെ അസുഖവും പ്രശ്നമൊക്കെ ഉണ്ടായി. അപ്പം അങ്ങനെ ഉണ്ടായ ട്രാൻസ്ഫോർമേഷനിലാണ് ഇവർ ക്രിസ്ത്യൻ പെൻറ്റക്കോസ്റ്റ് ബിലീഫ്സിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ 2 അനിയത്തിമാരെയും ഇവർ കൊണ്ടുവന്നു. എന്നിട്ട് ഭർത്താവിൻ്റെ ഒരു സഹോദരിയും കൊണ്ടുവന്നു. അതായത് അവരുടെ ഫാമിലിക്കകത്താണ് ഏറ്റവും കൂടുതൽ ഈ ഗോസ്പൽ പറയുന്നത്.
ഇതാണ് അവർ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് അവർ ഫർദർ സർവീസ് ഒന്നുമില്ല, ഫുൾ ടൈം ഗോസ്പൽ. അതിനുവേണ്ടി അവരുടെ ബ്രദറിനെ, അയാൾ ഒരു ഹിന്ദു ബിലീവറായിരുന്നു, നായർ തറവാട് ഹിന്ദു ബിലീവർ, ഇവരുടെ ഹസ്ബൻഡ് ഇപ്പോഴും ബിലീവറല്ല, പക്ഷേ ഇവർ ഈ ചെയ്യുന്ന പരിപാടിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ അയാളൊരു ബിലീവറല്ല. അപ്പം ഞാനിത് പറയുമ്പോൾ ഈ സതീശിൻ്റെ ടോപ്പിക്കുമായിട്ട് ചേർത്ത ഇത് പറയുന്നത്, അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, അതായത് പെൻഡക്കോസ്റ്റ് സമൂഹം കേരളത്തിൽ, ഞാൻ ഈ പല ആവർത്തി പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ പെൻഡക്കോസ്റ്റ് സമൂഹം അതേപോലെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കാർക്കും അവഗണിക്കാൻ പറ്റാത്ത ശക്തിയായിട്ട് അതിൻ്റെ ഫോർമേഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ പല ആൾക്കാർക്കും ഇതുമായിട്ട് ഇത് തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇത് ശരിയാണോ, സത്യമാണോ, അതാണോ, ഇതാണോ? നിങ്ങൾ ആരെങ്കിലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹം ഒറ്റക്കെട്ടായിട്ട് BD സതീശന് സോഷ്യൽ മീഡിയയിലെ ഇലക്ഷന് ശേഷമാണ് മുഖ്യമന്ത്രി ആകണമെന്നും പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിയത് കണ്ടിട്ടുണ്ടോ? ഇന്ന് വരെ പോട്ടെ, ഏതെങ്കിലും പൊളിറ്റീഷ്യൻസ് ഇന്ന് വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ മാരാമൺ കൺവെൻഷൻ പറഞ്ഞ മാർത്തോമാ സഭയുടെയാണ്, അവിടെ പോകാൻ വേണ്ടി പൊളിറ്റീഷ്യൻസ് ഭയങ്കര തെക്കും തിരക്കുമാണ്. പക്ഷെ നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ കേരളത്തിലെ ഈ പറയുന്ന പെൻഡക്കോസ്റ്റുകാരുടെ കുമ്പനാട് കൺവെൻഷൻ, ആ കൺവെൻഷൻ, ഈ കൺവെൻഷൻ, അതിനൊക്കെ പോയിട്ടൊരു പൊളിറ്റീഷ്യൻ സ്ഥിരമായിട്ട് പ്രസംഗിക്കുന്നു. ആ പ്രസംഗിക്കുമ്പോൾ ബൈബിൾ കോട്ട് ചെയ്യുന്നു, അദ്ദേഹം സ്ഥിരം പറയുന്നു. അതായത് സതീശൻ ഈ പറയുന്ന പെൻഡക്കോസ്റ്റുകാരുടെ കൺവെൻഷനിലൊക്കെ പ്രസംഗിച്ചിരിക്കുന്നത് ഒരു പാസ്റ്റർ എന്ന നിലയ്ക്കാണ് പ്രസംഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ പ്രസംഗത്തിൻ്റെ ആ വീഡിയോസും ഒക്കെ എടുത്ത് നോക്ക്. ബൈബിള് പഠിച്ചിട്ട് തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരു പേജെങ്കിലും ബൈബിൾ വായിക്കാൻ, ഒരു പേജെങ്കിലും. അതിൽ എന്നെ അത്ഭുതപ്പെടുത്താറുള്ളത് എൻ്റെ ധർമ്മസങ്കടങ്ങൾ, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ ഉത്കണ്ഠകൾ, എൻ്റെ പരാതികൾ, എൻ്റെ പരിഭവങ്ങൾ, അതിനെല്ലാം ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു പരിഹാരം ഞാൻ വായിക്കുന്ന ഒരു പേജിൽ നിന്നോ ഒരു ഖണ്ഡികയിൽ നിന്നോ എനിക്ക് എപ്പോഴും തരാറുണ്ട്. ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തായിരിക്കണം സമീപനം. ഞാൻ ഗവൺമെന്റിന്റെ ഭാഗമല്ല, എന്നാൽ ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഗവൺമെന്റിനെ നടത്തേണ്ട ആളാണ്, സൂക്ഷിച്ച് പരിശോധിക്കേണ്ട ആളാണ്, സൂക്ഷ്മ പരിശോധന നടത്തേണ്ട ആളാണ്. ഞാനിങ്ങനെ ആലോചിച്ചിട്ടാണ് കിടന്നത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ വായിച്ച ഭാഗം, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളാരും വിശ്വസിക്കില്ല, ഞാൻ വായിച്ച ഭാഗം ശലോമോന്റെ പ്രാർത്ഥനയാണ്, സോളമൻ രാജാവിന് ദൈവത്തോടുള്ള പ്രാർത്ഥന. എന്താ പറയുന്നത്? എനിക്ക് ധനവും വേണ്ട, പ്രശസ്തിയും വേണ്ട, നിന്റെ പ്രജകളെ നടത്തിക്കൊണ്ടുപോകാനുള്ള ജ്ഞാനം മതി എന്ന വിസ്ഡം. പിന്നെ ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ്. വേറൊന്നും വേണ്ട, ധനവും വേണ്ട, പ്രശസ്തിയും വേണ്ട, നിന്റെ പ്രജകളാ, അവരെ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ജ്ഞാനം മാത്രം മതിയെന്നാണ്. എല്ലാത്തിനും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലും ആ ക്രൈസ്തവ ദർശനത്തിലും എല്ലാത്തിനും മറുപടിയുണ്ട്. ഇതിന് മറുപടി ഇന്ന് വരെ കേരളത്തിൽ ഒരു പൊളിറ്റീഷ്യൻ, ക്രിസ്ത്യൻ പൊളിറ്റീഷ്യൻ പോലും ഇതേപോലെ പെന്തക്കോസുകാരുടെ ഇടയ്ക്ക് പോയിട്ട് ബൈബിൾ പ്രസംഗിച്ചിട്ടില്ല. നിങ്ങൾ എടുക്കുക ചരിത്രം, പല ക്രിസ്ത്യൻ ആൾക്കാരുണ്ട്, PJ കുര്യനുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഇവരൊന്നും ഈ പറയുന്ന ബൈബിൾ എടുത്ത് പ്രസംഗിക്കാറില്ല. ഇവരൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, ആ പ്രസംഗം മതിയാക്കുന്നു, അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രാസംഗികനാകുന്നു, പോകുന്നു. പക്ഷെ സതീശൻ അങ്ങനല്ല ചെയ്തത്. സതീശൻ അവിടെ നിന്ന് ഈ പറയുന്ന കൃത്യമായിട്ട് ബൈബിൾ അങ്ങോട്ട് എടുത്തങ്ങ് അലക്കി. ഇത് കണ്ടു നിൽക്കുന്ന പെന്തക്കോസുകാരും ക്രിപ്റ്റോ ക്രിസ്ത്യൻസും പിന്നെ ആർക്ക് സപ്പോർട്ട് ചെയ്യും? സതീശന് അവരുടെ ഓൺ ഇതിൻ്റെ പാർട്ടായിട്ടങ്ങ് മാറി. ഈ ചില സന്ദർഭങ്ങളിൽ ഞാൻ ഈ വീഡിയോ ബേസിക്കലി സതീശനെതിരെയല്ല ചെയ്യുന്ന, കോൺഗ്രസ് പാർട്ടിയുടെ ജനാധിപത്യ രീതി എങ്ങനെയാണ് അതിനെപ്പറ്റിയാണ് ചെയ്യുന്നത്. അത് നാച്ചുറലി സതീശനെതിരായിട്ട് വരുന്നുണ്ട്. അത് എൻ്റെ കുഴപ്പമല്ല, ഞാനീ പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നിലനിൽക്കുന്ന സംഭവങ്ങളാണ് പറയുന്നത്. ഇപ്പം ഞാനിത് ചെയ്യുമ്പോൾ ആൾക്കാർ എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന പല ബന്ധുക്കൂസുകാരും, അതായത് അവരവരുടെ വോയിസും പരിപാടിയൊക്കെ അയച്ചു തരും. അതായത് അവരൊക്കെ വളരെ ദിവസം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ചിലരൊക്കെ ഫാസ്റ്റിംഗ് പ്രയർ എടുക്കുകയാണ് സതീശ മുഖ്യമന്ത്രിയാകാൻ. ഇന്ന് വരെ കേട്ടിട്ടുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ പെന്തക്കോസുകാർ ഫാസ്റ്റിംഗ് പ്രയർ ആയിട്ട് ഇന്ന ഇൻഡിവിജ്വൽ മുഖ്യമന്ത്രി ആകണം എന്ന് കേട്ടിട്ടുണ്ടോ?
ഇതൊക്കെ കേരളത്തിൽ അടുത്ത കാലത്ത് സംഭവിച്ച മാറ്റങ്ങളാണ്. എനിക്കറിയാവുന്ന ഒരാൾ ഈ ടിജോ എന്ന് പറയും, ടിജോ തോമസ്. ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഒരു പ്രാവശ്യം ഞാൻ കോട്ടയത്ത് വെച്ചാൽ കണ്ടാണ്, അടൂർ സ്വദേശി. ഇങ്ങനെ സംസാരിച്ചു, 10-15 മിനിറ്റ് സംസാരിച്ച് ഞങ്ങളൊക്കെ വരും. ഈ ടിജോ തോമസ് സതീശന് വേണ്ടിയുള്ള പ്രവചനം, അതേപോലെ സതീശൻ 100 സീറ്റ് കിട്ടും, അടുത്ത മുഖ്യമന്ത്രിയാകും എന്നൊക്കെ പറയുന്നത് നിങ്ങൾ നേരത്തെ ഏതെങ്കിലും പെന്തക്കോസ് ഉപദേശിമാരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്ന 4 വർഷം കഴിഞ്ഞ് മെയ് മാസം കേരളം ഞെട്ടുന്ന, അത്ഭുതപ്പെട്ടു പോകുന്ന, തകർന്ന പാർട്ടിയെ തിരിച്ചു പണിത് ഒരു UDF തരംഗം 100-ലധികം സീറ്റോടെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കൂടെ ഇരിക്കും. നിന്റെ കർത്താവ് സഹായിക്കും. ഏറ്റവും കൂടുതൽ മന്ത്രിമാർ തോറ്റുപോകുന്ന ഒരു ഇലക്ഷനായിരിക്കും നിന്റെ മുമ്പിൽ നീ നയിക്കുന്ന അടുത്ത ഇലക്ഷൻ. ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കും. നിന്റെ ശബ്ദത്തിനെതിരെ 2 മത നേതാക്കന്മാർ എതിരായിട്ട് വരും. അതിനകത്ത് ഒരാൾ കൂടുതൽ പത്രക്കാരോട് നിനക്കെതിരെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവരെ എല്ലാം നിഷ്ഫലമാക്കിക്കൊണ്ട് 100-ലധികം സീറ്റോടെ നീയും നിന്റെ പാർട്ടിയും കേരളത്തിൽ അധികാരത്തിൽ വരുന്നതായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുകയാണ്. അതായത് സതീശന് ഭയങ്കര എൻ ബ്ലോക്കായിട്ട് ഇവാഞ്ചലിക്കൽ പെൻഡക്കോസ്റ്റുകാരുടെ സപ്പോർട്ട് അങ്ങ് കിട്ടി. അത് ആദ്യമായിട്ടാണ് ഈ സംഭവം. അത് ഇലക്ഷന് കഴിഞ്ഞ ശേഷമാണ് ഈ സംഭവം ഇത്ര വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത്. ഇത് ചെറിയ സംഭവമൊന്നുമല്ല. അതായത് ഇന്ത്യക്കാരും മലയാളികൾ ഔട്ട്സൈഡ് കേരള, അതായത് വിദേശ രാജ്യങ്ങളിലും മറ്റുള്ളിടത്തൊക്കെ ജോലിയും പഠിക്കുകയും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ, അവർ സതീശൻ്റെ കൂടെ അങ്ങ് കൂടി. പ്രത്യേകിച്ച് പെൻഡക്കോസ്റ്റ് വിശ്വാസികൾ. നിങ്ങൾ അതിനകത്ത് ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവമുണ്ട്. അതായത് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞു, NSS സതീശനെ എതിർക്കുന്നു, SNDP സതീശനെ എതിർക്കുന്നു. വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരുടെ വോക്കലാണ്. അവർ 2 പേര് സതീശനെ എതിർക്കുകയാണ്. ഈ സമയത്ത് വെള്ളാപ്പള്ളിയോടുള്ള വൈരാഗ്യമുള്ള ഒത്തിരി ഈഴവ ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ക്രിസ്ത്യാനികളായവർ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കേരളത്തിലെ BJP എന്ന് പറയുന്നത് ശരിക്കും ചിന്തിക്കണം. അതായത് നിങ്ങൾ ഈ കാണുന്ന പേരുകളല്ല പ്രശ്നം. നിങ്ങൾ ഇതിനെപ്പറ്റി ഇറങ്ങി സർവേ നടത്തണം. കേരളത്തിലുള്ള ഈ പറയുന്ന ഈഴവ കമ്മ്യൂണിറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റി വളരെയധികം പേര് ക്രിസ്ത്യൻ ബിലീവേഴ്സാണ്. അവരുടെ പേര് കൊണ്ടല്ല. അത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഹിന്ദുത്വ രീതിയിൽ കേരളത്തിൽ പോവുകയും അതേപോലെ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണം അവരൊരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇവിടെയാണ് സതീശൻ എമർജ് ചെയ്യുന്നത്. ബൈബിൾ വായിക്കുന്നു, ബൈബിൾ സുവിശേഷകൻ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത് അതേ രീതിയിൽ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നു. ഇത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിൻ്റെ ഒരു ബ്ലോക്കായിട്ട് കയറി വന്നു. അവർ പ്രാർത്ഥന, സെൽ മീറ്റിംഗ്, ഇതൊക്കെ അങ്ങ് തുടങ്ങി. ഇപ്പോൾ സതീശൻ ഒരു കൾട്ട് ഫിഗറായിട്ട് അവരുടെ കൂട്ടത്തിലോട്ട് കയറി വരികയാണ്. ഇത് ചെറിയ മാറ്റമല്ല കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. കാത്തലിക് സഭ ആരെങ്കിലും പിന്തുണച്ചില്ല. കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറഞ്ഞു, ഒരു ഇൻഡിവിജ്വലിൻ്റെയും പേര് പറഞ്ഞില്ല. പക്ഷെ എങ്ങനെയാണ് സതീശന് ഇത്രമാത്രം ഓർഗാനിക് സപ്പോർട്ട് വന്നത്? ഇതാണ് സ്റ്റഡി ചെയ്യേണ്ടത്. എത്രമാത്രം പവർഫുള്ളാണ് ഈ പറയുന്ന പെന്തക്കോസുകാരും ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്, അല്ലെ കാത്തലിക്സിന് പോലും മൂലക്കിരുത്തി കളഞ്ഞു. അവർക്ക് പോലും പ്രാധാന്യമില്ലാതായി. അവിടെയാണ് സതീശൻ വലിയ നേട്ടം ഈ പെന്തക്കോസ്റ്റ് കമ്മ്യൂണിറ്റിക്കകത്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പല കാൻഡിഡേറ്റും ഇവരുമായിട്ട് ബന്ധപ്പെട്ട ചില കാൻഡിഡേറ്റ് ആണെങ്കിൽ അതും ഈ കോൺഗ്രസ് വിജയിച്ചു പോയതിനെ സംഭവം. ഇതാണ് മാറ്റമെന്ന് പറയുന്നത്. ഈ മാറ്റത്തെ നിങ്ങൾക്ക് കണ്ണടയ്ക്കാൻ, ഇത് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല ഒരൊറ്റ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സിനും കേരളത്തിൽ. അതായത് ഈ തമിഴ്നാട്ടിലും ആന്ധ്രയിലും പഞ്ചാബിലും അതായത് പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സ് ഈ പറയുന്ന പെന്തക്കോസുകാരുടെ കൺവെൻഷന് പോയിട്ട് അവരാദ്യം പറയുന്ന പ്രൈസ് ദ ലോർഡ് എന്നാണ്. ഇത് തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വരാൻ പോവുകയാണ്.
ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സിന് ഇലക്ഷൻ മത്സരിക്കുന്നവർക്കും മറ്റുള്ള ലീഡേഴ്സിന് ഇവരുടെ കൺവെൻഷനിൽ ഇനിയും പോയേ മതിയാവത്തുള്ളൂ. പോയില്ലെങ്കിൽ അവർക്ക് ആ സപ്പോർട്ട് ബേസ്ഡ് ഇല്ലാതായി പോകും. ഇതാണ് കേരളം തന്ന ഏറ്റവും വലിയ ചാപ്റ്റർ. സതീശനെ പെന്തക്കോസ്തുകാർ ഇവാഞ്ചലിക്കൽ കമ്മ്യൂണിറ്റി സപ്പോർട്ടായിട്ട് കയറി വരികയാണ്. ഇതൊരു വലിയ മാറ്റമാണ് സംഭവം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പത്തനാപുരത്തെ മുൻ MLA ഗണേഷ് കുമാർ, അവിടെ ബിനു എന്ന് പറഞ്ഞ ഒരാളെടുത്ത് പോകാറുണ്ട്. ഇത് ബേസിക് റിയാലിറ്റിയാണ്. നിങ്ങളൊരു കാത്തലിക്സുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്കിത് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഇവാഞ്ചലിക്കൽ പെന്തക്കോസ് അവരൊക്കെ ഇൻഡിവിജ്വൽ ചർച്ചകളാണ്. ആ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കൂടെ നിൽക്കുക. അതിനവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇന്നടുത്ത് പോയി അവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല. അവരെ മാനിക്കുക. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ അതായത് ഇലക്ഷന് മുമ്പ് പെന്തക്കോസുകാരെ സഭയായിട്ട്, അതായത് ക്രിസ്ത്യൻ സമൂഹമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഓർഡിനൻസ് പുറത്തിറക്കിയത് വെറുതെയല്ല. ഇത് മനസ്സിലാക്കേണ്ട കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ഇലക്ഷന് മത്സരിക്കേണ്ടവരാണ്. ഈ പറയുന്ന പെന്തക്കോസ്റ്റ് സമൂഹത്തെ നിങ്ങൾക്ക് മാറ്റി നിർത്താൻ സാധിക്കത്തില്ല. അവർ അതിഭയങ്കരമായിട്ട് കയറി നിർണയിക്കും. അതായത് പല മലയോര പ്രദേശമാണെങ്കിലും, ഇനി ഈഴവ കമ്മ്യൂണിറ്റി കൂടുതലുള്ള പ്രദേശമാണെങ്കിലും, ബാക്ക്വേർഡ് ക്ലാസ് കൂടുതലുള്ള പ്രദേശമാണെങ്കിലും, ഇവിടെയൊക്കെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഭയങ്കരമായിട്ട് സർജ് ചെയ്യുകയാണ്. ആ സർജിങ് അവരുടെ ഒരു നേതാവായിട്ട് സതീശൻ മാറിക്കഴിഞ്ഞു. ഇനിയാണ് ഗെയിം എന്ന് പറയുന്നത്. അതായത് സതീശന് വേണ്ടി പ്രാർത്ഥനയും പരിപാടികളൊക്കെ ആയിട്ട് ഇവർ അവരുടെ രീതിയിൽ അങ്ങ് പ്രൊമോട്ട് ചെയ്യും. വലിയൊരു അൺഡിസ്പ്യൂട്ടബിൾ ലീഡറായിട്ട് സതീശനങ്ങ് മാറും. അതോടുകൂടി കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ് എന്ന് പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിനകത്ത് എല്ലാം സതീശൻ്റെ കയ്യിലോട്ടങ്ങ് പോകും. അതിനകത്ത് കാത്തലിക് സഭയ്ക്കും NSSനും SNDPക്കും ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു വലിയ അതിരൂക്ഷമായ മാറ്റമാണ് നമുക്ക് കേരള ഇലക്ഷന് ശേഷം സതീശനുമായി ബന്ധപ്പെട്ട് പെന്തക്കോസ്റ്റ്, ഇവാഞ്ചലിക്കൽ, അതായത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിസിബിളി കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ സത്യം.